ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മൾ IQ3 കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. IQ3 കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞുതരാം. IQ3 കുറിച്ച് IQ3 Z മോഡലല്ല, IQ3 നോർമലാണ് നമ്മൾ കാട്ടിത്തരാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ IQ3 കുറിച്ച് നമ്മൾ ഫുള്ളായിട്ട് കാട്ടിത്തരാം കേട്ടോ. എന്താണ് IQ3 ലുക്ക് എന്ന് പറയുന്നത്? അത്യാവശ്യം അടിപൊളി തന്നെയാണ്. നമുക്ക് ഇതിനൊരു അടിപൊളി ഒരു ഇതുണ്ട്, സംഭവമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഗെയിമിങ് ട്രിഗർ വരുന്നുണ്ട്. ട്രിഗറുള്ള ഫോണാകുമ്പോൾ അടിപൊളിയായിട്ടാണ് നമുക്ക് ഗെയിം കളിക്കുമ്പോൾ വേറെ ലെവലിൽ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് നല്ല ഉപകാരമുള്ളൊരു ഫോണാണ് കേട്ടോ ഈ IQ3 അറിയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, ഈ പഴയ മോഡലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പഴയ മോഡൽ ഫോൺ എടുക്കുകയെന്നുണ്ടെങ്കിൽ IQ3 ഒക്കെ അടിപൊളിയാണ്. നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്, നല്ല ക്വാളിറ്റി ഒക്കെയാണ്. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ്. കുഴപ്പമില്ലാത്തൊരു ഫോണാണ് കേട്ടോ, അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്, അത്യാവശ്യം അടിപൊളി തന്നെയാണ്. നമുക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ നല്ല പക്കായിട്ട് നമുക്ക് കളിക്കാൻ കഴിയും. ഇതിൻ്റെ പ്രൊസസ്സർ പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 865 വരുന്നത്. പിന്നെ ഒക്ടാകോർ 2.84 GHz ആണ് വരുന്നത്. 12 GB റാമൊക്കെ ഉണ്ട് വരുന്നത്. പിന്നെ സൂപ്പർ റാം LED ആണ് വരുന്നത്. ഏകദേശം ഫുൾ HD ഒക്കെ കിട്ടും കേട്ടോ, അത്യാവശ്യം അടിപൊളി തന്നെയാണ്. 60 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി. ഗുർല ഗ്ലാസ് 6 പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. റിയൽ ക്യാമറിൻ്റെ നോക്കുകയാണെങ്കിൽ 48 MB വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 13 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട് കേട്ടോ. പിന്നെ 13 MB ടെലപ്പോട്ടോ 20x സൂം ചെയ്യണ നമുക്ക് ഒരു ക്യാമറ വരുന്നുണ്ട്. അത്യാവശ്യം അടിപൊളിയൊക്കെയാണ്. പിന്നെ നമുക്ക് 4K 30 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് 16 MB ഫ്രണ്ട് ക്യാമറയിൽ ഒരു ക്യാമറ വരുന്നുണ്ട്. പിന്നെ സ്ക്രീനിൽ ഫ്ലാഷ് ഉണ്ട്. അതുപോലെ ഫുൾ HD ആണ് കേട്ടോ, ഫുൾ HD 30 FPS കിട്ടുള്ളൂ. ബാറ്ററിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4440 mAh ആണ് കേട്ടോ ബാറ്ററിൻ്റെ MAH വരുന്നത്. അതുപോലെ 55 സൂപ്പർ ഫ്ലാഷ് ചാർജിങ് ആണ് വരുന്നത്. പിന്നെ അത് പോരാത്തതിന് Type-C ആണ് കേട്ടോ. ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയ ഒരു ഫോണാണ് ഇത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, സെക്കൻഡ് ഹാൻഡൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. എന്നാലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. IQ3 Z3 ഒക്കെ ഉണ്ട്. Z3 ഒന്നും നിങ്ങൾ എടുക്കാതിരിക്കുക നല്ലത്. അതിന് നല്ലത് IQ3 എടുക്കണമെങ്കിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഗെയിമിങ്ങിനൊക്കെ അടിപൊളി തന്നെ. ഈ കാര്യം ലാഗും കാര്യങ്ങളൊന്നും നമുക്ക് നോർമലായി ഉണ്ടാവില്ല കേട്ടോ, ഉണ്ടായിട്ടില്ല ഇതുവരെ. എൻ്റെ കൈക്ക് ഉണ്ടായിരുന്ന ഒരു ഫോൺ കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് ലാഗും കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. HDR 10+ ആണ് കേട്ടോ വരുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, 2020 ഫോണാണ്, അത് നോക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു പാകത്തെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ അടിപൊളിയൊക്കെയാണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് IQ3 5G ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. 5G എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. 5G ഒക്കെ കിട്ടുമ്പോൾ ഈ ഒരു കാലത്ത് 5G ഒക്കെ IQ3 2020 ആയതുകൊണ്ട് 5G ഒക്കെ കിട്ടുമ്പോൾ അടിപൊളി തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കണമെങ്കിൽ നന്നായിരിക്കും എന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഒരു 5-6 റേഞ്ചിലുള്ളൊരു ഫോണാണ്, ഏകദേശം അടിപൊളി തന്നെ കാരണം. പിന്നെ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കുത്തി പൊട്ടിച്ചാൽ എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ ബൈ.